ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പൊ നമ്മുടെ ദേവസ്വം ബോർഡിന്റെ, അതായത് കുറേയായി നമ്മൾ പറയുന്നു, നവംബറിൽ വരും, ഡിസംബറിൽ വരും, ജനുവരിയിൽ വരും, ഫെബ്രുവരിയിൽ വരും. ഇപ്പൊ അത് മാർച്ചിലേക്ക് എത്തി എന്നായിരിക്കും നിങ്ങൾ എല്ലാവരും കമന്റ് ഇടാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ഇത് എന്താ പറയണ്ടേ, നമ്മൾ തീരുമാനിക്കുന്ന ഒരു തീരുമാനമല്ല. ഇങ്ങനെയുള്ള ആളുകൾക്കിടയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളും അതുപോലെ ഇത്തരം മത്സര പരീക്ഷ പ്രസിദ്ധീകരണങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന വിവരങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത്. അപ്പൊ അത് പ്രകാരം മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ അവരിൽ വിളിച്ചു ചോദിക്കുമ്പോൾ അവർ ഇന്ന് വരും, നാളെ വരും എന്നൊക്കെയാണ് അവർ പറയുന്നത്. വർക്ക് നടന്നുകൊണ്ടേയിരിക്കുന്നുള്ളൂ, വർക്ക് നടക്കുകയാണെന്നൊക്കെ പറയുന്നു. വർക്ക് എന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നടക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഏകദേശം കഴിയാറായി എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ തൊഴിൽ വാർത്തയിൽ വന്ന ഒരു നമ്മുടെ ദേവസ്വം ബോർഡ് ചെയർമാനുമായുള്ള ഇന്റർവ്യൂവിന്റെ വിവരങ്ങളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അപ്പൊ അതുപ്രകാരം ദേവസ്വം ബോർഡ് വിജ്ഞാപനം മാർച്ചിൽ തന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മാർച്ചിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ദേവസ്വം ബോർഡിന്റെ ഈ ഒരു വെബ്സൈറ്റ് വലിയ രീതിയിൽ അങ്ങ് ചേഞ്ച് ആവുകയാണ്. നമ്മുടെ PSCക്ക് സമാനമായ രീതിയിലുള്ള വെബ്സൈറ്റ് ആണ് വരാൻ വേണ്ടി പോകുന്നത്. അവിടെ ഇതൊക്കെ ഉൾപ്പെടെയുള്ള ആ ഇന്റർവ്യൂവിന്റെ വിവരങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇങ്ങനെയാണ് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് സോഫ്റ്റ്വെയർ പുതുക്കൽ പൂർത്തിയാവുന്നു. നമ്മൾ അന്നേ പറഞ്ഞത് ആ സോഫ്റ്റ്വെയർ പുതുക്കുകയാണ്, അതുകൊണ്ടാണ് ലേറ്റ് ആകുന്നത്. അത് പൂർത്തിയാവുകയാണ്. 439 ഒഴിവുകളിലേക്ക് വിജ്ഞാപനം ഉടൻ. തയ്യാറാക്കുന്നത് കേരള PSC വെബ്സൈറ്റിന് സമാനമായ സൈറ്റ്. ഇങ്ങനെയാണ്, അതായത് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ദേവജാലിക സോഫ്റ്റ്വെയർ കൂടുതൽ അഡ്വാൻസ്ഡ് ആക്കുന്നതിനുള്ള നടപടികൾ അവസാന ഘട്ടത്തിലെത്തി. ഇത് പൂർത്തിയാക്കി മാർച്ച് ആദ്യം 439 ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കും. ഉദ്യോഗാർത്ഥി സൗഹൃദപരമായി സമഗ്രമായ മാറ്റങ്ങളാണ് വെബ്സൈറ്റിൽ നടപ്പാക്കുന്നതെന്ന് റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാൻ നമ്മുടെ KB മോഹൻദാസ് തൊഴിൽ വാർത്തയോട് വിശദീകരിച്ചു. ഇതാണ് ദേവജാലിക എന്ന പേരിലുള്ള നിലവിലെ സോഫ്റ്റ്വെയറിനെ കുറിച്ച് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് വ്യാപകമായ പരാതികൾ ഉണ്ടായിരുന്നു. ഉദ്യോഗാർത്ഥികൾക്ക് എന്ന പോലെ റിക്രൂട്ട്മെന്റ് ബോർഡ് ജീവനക്കാർക്കും സെർവർ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പ്രയാസമാണ്. ഒറ്റത്തവണ രജിസ്ട്രേഷൻ മുതൽ നിയമന ശുപാർശ വരെയുള്ള നടപടികൾ പൂർത്തിയാക്കാൻ റിക്രൂട്ട്മെന്റ് ബോർഡ് ഉദ്യോഗസ്ഥർക്ക് സോഫ്റ്റ്വെയർ വികസിപ്പിച്ച സീഡാക്കിന്റെ കൂടി സാങ്കേതിക സഹായം വേണ്ട സ്ഥിതിയായിരുന്നു. റിക്രൂട്ട്മെന്റ് ബോർഡിന് സ്വതന്ത്രമായി സെർവർ ഉപയോഗിക്കാൻ കഴിയുന്നില്ല. ഈ പോരായ്മകളെല്ലാം പരിഹരിച്ച പുതിയ സോഫ്റ്റ്വെയർ ആണ് ബോർഡിൽ സ്ഥാപിക്കുന്നത്. അതിന്റെ ചുമതല സംസ്ഥാന സർക്കാർ സ്ഥാപനമായ സീഡിറ്റിനാണ്. കേരള PSCയുടെ വെബ്സൈറ്റ് സീഡിറ്റ് തയ്യാറാക്കിയതാണ്. PSCയുടെ വെബ്സൈറ്റിന് സമാനമായ ഒന്നായിരിക്കും ഇനി ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിനും ഉണ്ടാകുന്നത്. PSCയുടെ പ്രൊഫൈലിലൂടെ ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുന്ന സേവനങ്ങളെല്ലാം ഉറപ്പാക്കാനാണ് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെയും തീരുമാനം. പുതിയ സോഫ്റ്റ്വെയറിന്റെ പേര് ദേവജാലിക എന്ന് തന്നെയാണ്. ഇതിനിപ്പം പഴയ സോഫ്റ്റ്വെയറും കുറെ നാളത്തേക്ക് നിലനിർത്തുമെന്ന് കൂടെ പറയുന്നുണ്ട്. ഇതാണ് ആദ്യത്തെ ഒരു ഇത്. പിന്നെ ആദ്യ വിജ്ഞാപനം ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് എന്നാണ്. ഗുരുവായൂർ ദേവസ്വത്തിലേക്കുള്ള ആദ്യ വിജ്ഞാപനം, അതായത് പുതിയ സോഫ്റ്റ്വെയർ സ്ഥാപിച്ചാലുടൻ ഗുരുവായൂർ ദേവസ്വത്തിലേക്കുള്ള 38 തസ്തികകളുടെ വിജ്ഞാപനം റിക്രൂട്ട്മെന്റ് ബോർഡ് പ്രസിദ്ധീകരിക്കും. മൊത്തം 439 ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെ മറ്റ് ചില ദേവസ്വം ബോർഡുകളിലേക്കുള്ള ഒഴിവുകൾക്കും ബോർഡിൽ വിജ്ഞാപനം തയ്യാറായി. മാർച്ചിൽ പുതിയ സോഫ്റ്റ്വെയറിലൂടെ ഇതിനുള്ള അപേക്ഷ ക്ഷണിക്കും. 800 മുതൽ 1000 പേർക്ക് ഒരേ സമയം പുതിയ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാനാവും. നിലവിലെ സോഫ്റ്റ്വെയറിൽ ഇത് 500 ആണ്. കൂടുതൽ അപേക്ഷകൾ കൈകാര്യം ചെയ്യാൻ പുതിയ സംവിധാനത്തിന് കഴിയുമെന്ന് കൂടെ പറയുന്നുണ്ട്. അടുത്തത്, ഒറ്റത്തവണ രജിസ്റ്റർ ചെയ്തത് 5.06 ലക്ഷം പേർ. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിൽ ഒറ്റത്തവണ രജിസ്റ്റർ ചെയ്തവരുടെ എണ്ണം 5,06,770 ആണ്. ഫെബ്രുവരി 20 കണക്കാണിത്. നിലവിൽ ഒറ്റത്തവണ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികളുടെ വിവരങ്ങളും രജിസ്ട്രേഷനും പുതിയ സോഫ്റ്റ്വെയറിലേക്ക് മാറ്റും. അതിനാൽ ഉദ്യോഗാർത്ഥികൾ വീണ്ടും ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തേണ്ടതില്ല. അവർക്ക് പുതിയ സോഫ്റ്റ്വെയറിലൂടെ തന്നെ വിജ്ഞാപനങ്ങൾക്ക് അപേക്ഷിക്കാം. ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്താത്തവർക്ക് പുതിയ വിജ്ഞാപനങ്ങൾക്ക് അപേക്ഷിക്കണമെങ്കിൽ രജിസ്ട്രേഷൻ നടത്തണം. നിലവിലെ രീതി തന്നെയായിരിക്കും പുതിയ സംവിധാനത്തിൽ രജിസ്ട്രേഷൻ സ്വീകരിക്കുന്നത്. വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് രജിസ്ട്രേഷൻ സജ്ജമാകുമ്പോൾ വെബ്സൈറ്റിലൂടെ ഉദ്യോഗാർത്ഥികളെ അറിയിക്കും. നിലവിലെ യോഗ്യത വെച്ച് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് പിന്നീട് യോഗ്യതകൾ കൂട്ടിച്ചേർക്കാനും സൗകര്യമുണ്ട്. രജിസ്ട്രേഷനിൽ ചേർത്ത യോഗ്യതകൾക്കനുസരിച്ച് തസ്തികൾക്ക് മാത്രമേ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാനാവൂ, അല്ലെങ്കിൽ അപേക്ഷിക്കാനാവൂ. അതേ യോഗ്യത നേടുന്നവർ യഥാസമയം പ്രൊഫൈലിൽ അവ ചേർക്കണം. 94 തസ്തികകളിലായി 119 വിജ്ഞാപനങ്ങൾ ഇതിനകം പ്രസിദ്ധീകരിച്ചു. 107 തസ്തികകളുടെ നിയമന നടപടികൾ ബോർഡ് പൂർത്തിയാക്കിയിട്ടുണ്ട്. 5 ദേവസ്വം ബോർഡുകളിലായി ഇതുവരെ 2335 പേർക്ക് നിയമന ശുപാർശ അയച്ചു. ഇവരിൽ 1547 പേർ സംവരണ വിഭാഗക്കാരാണ്. ഇവരിൽ 251 പേർ പട്ടികജാതിക്കാരും 24 പേർ പട്ടിക വർഗ്ഗക്കാരും 30 പേർ ഭിന്നശേഷിക്കാരുമാണെന്ന്. ഇനി അടുത്ത ഘട്ടം ഓൺലൈൻ പരീക്ഷകൾ. ഓൺലൈൻ പരീക്ഷകളിലേക്കും ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് കടക്കുകയാണ്. പുതിയ സോഫ്റ്റ്വെയർ പരിഷ്കരിക്കും. അതിനുള്ള തയ്യാറെടുപ്പിൽ കൂടിയാണ്. നിലവിൽ OMR പരീക്ഷകളാണ് ബോർഡ് നടത്തുന്നത്. അപേക്ഷ സ്വീകരിക്കുന്നത് മാത്രമേ ഓൺലൈനിലൂടെ ഉള്ളൂ. ദേവസ്വം ഉദ്യോഗസ്ഥരോടുള്ള തസ്തിക മാറ്റ അപേക്ഷകളും ഓൺലൈനായാണ് സ്വീകരിക്കുന്നത്. ഇനി പരീക്ഷയും ഓൺലൈനായി നടത്തുന്നതോടെ റാങ്ക് പട്ടിക തയ്യാറാക്കുന്നതിലെ കാലതാമസം കുറയും. നിയമന ശുപാർശ തയ്യാറാക്കുന്ന ഒഴികെയുള്ള നിയമന നടപടികൾ സോഫ്റ്റ്വെയറിൽ ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്കാണ് റിക്രൂട്ട്മെന്റ് ബോർഡ് മാറുന്നത്. PSCയിൽ നിന്ന് വ്യത്യസ്തമായ ക്രമത്തിലാണ് ബോർഡിന്റെ നിയമന ശുപാർശ.
അതായത് അഹിന്ദുക്കൾക്ക് നിയമനത്തിൽ പങ്കെടുക്കാനാകില്ല. സംവരണത്തിൽ വ്യത്യാസമുണ്ട്. പുതിയ സോഫ്റ്റ്വെയർ സെക്യൂരിറ്റി ഓഡിറ്റിംഗ് കെൽട്രോൺ 3 തലത്തിൽ നടത്തുകയാണ്. ഒരാഴ്ച കൊണ്ട് അത് പൂർത്തിയാകും. ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനിൽ ഫീസ് അടയ്ക്കാൻ 2 ബാങ്കുകളുടെ ഗേറ്റ് വേ ആണുള്ളത്. വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തുന്നത് പബ്ലിക് IP സെർവർ എന്നിവ സംസ്ഥാന IT മിഷനാണ് നൽകുന്നത്. അവ കൂടി ലഭ്യമാക്കിയാൽ പുതിയ സോഫ്റ്റ്വെയർ പ്രവർത്തന സജ്ജമാകും. ഇതാണ് വന്ന ഒരു ഇത്. അതിൽ തന്നെ ഗുരുവായൂർ ദേവസ്ഥയിലേക്ക് നമ്മൾ പറഞ്ഞ 439, അതായത് 43 തസ്തികകളിലേക്കുള്ള ഒഴിവ് ഗുരുവായൂർ ദേവസ്ഥ റിപ്പോർട്ട് ചെയ്തു. അവയിൽ 5 തസ്തികൾക്ക് റാങ്ക് പട്ടിക നിലവിലുള്ളതിനാൽ ബാക്കി 38 എണ്ണത്തിലാണ് പുതിയ വിജ്ഞാപനം തയ്യാറാക്കിയത്. വിശദമായ വിജ്ഞാപനം ഉടൻ വരും. പ്രധാന തസ്തികകളുടെ ഒഴിവുകളും ചൂടെ. റൂം ബോയ് 118 ഒഴിവ്, സാനിറ്റേഷൻ വർക്കർ 115, വാച്ച്മാൻ 31, കൗബോയ് 30, LD ക്ലാർക്ക് 23 പിന്നീട് 10 കൂടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. റിപ്പോർട്ട് ചെയ്തിട്ട് അത് വരും. പിന്നെ അസിസ്റ്റന്റ് ലൈൻമാൻ 16, ഹെൽപ്പർ 14, ശാന്തി 12, വർക്ക് സൂപ്രണ്ട് 10, വിളക്ക് തുട 8, പ്ലംബർ 6 എന്നിങ്ങനെയാണ് 439 ഒഴിവുകളിലേക്ക് വിജ്ഞാപനം മാർച്ച് ആദ്യം തന്നെ വരാൻ വേണ്ടി പോകുന്നത്. എടാ ഇത് ഏകദേശം പൂർത്തിയായി. നമുക്ക് കിട്ടാവുന്ന വിവരം തന്നെയാണ്. ഏകദേശം പൂർത്തിയായിട്ടുണ്ട് സോഫ്റ്റ്വെയർ പുതുക്കൽ. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകും, അതായത് മാർച്ച് മാസം ആദ്യം, അതായത് മാർച്ച് ആദ്യം 15-നകം തന്നെ നമുക്ക് ഈ ഒരു വിജ്ഞാപനം പ്രതീക്ഷിക്കാം. അതായത് ഗുരുവായൂർ ദേവസ്വത്തിലേക്കുള്ള 439 ഒഴിവുകളിലേക്ക്. ഇനി ഇതിന് യോഗ്യത +2 തന്നെ ആയിരിക്കും. പക്ഷെ അതിൽ DCA വേണോ വേണ്ടയോ എന്നതിലാണ് ഒരു കൺഫ്യൂഷൻ ഇപ്പോഴും നിലനിൽക്കുന്നത്. അത് വ്യക്തമായി നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ മനസ്സിലാകുകയുള്ളൂ. അപ്പോ ഇതാണ് വിജ്ഞാപനം ഉടൻ തന്നെ വരും. അപ്പൊ ആരും നിങ്ങൾ എന്താ പറയുക ടെൻഷൻ അടിച്ച് നിൽക്കേണ്ട. പലർക്കും പല കാര്യങ്ങളിൽ ടെൻഷൻ വരുമോ ഇല്ലയോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു വെക്കുകയാണ്. എടാ ഒന്നും വേണ്ട, വിജ്ഞാപനം ഉറപ്പായിട്ടും വരും. ഇതാരും പറ്റിക്കാനോ മറ്റും പറയുന്നതോ ചെയ്യുന്നതോ ഒന്നും അല്ല. ഉറപ്പായിട്ട് ഈ സോഫ്റ്റ്വെയറിന്റെ ഒരു പ്രശ്നമായിരുന്നു, അത് മാറി. അപ്പൊ ഇനി പല ആളുകളും ഇങ്ങനെ വരൂല വരട്ടെ എന്നൊക്കെ ചിന്തിച്ചിരിക്കുകയാണ്. അതൊക്കെ മാറ്റിയെടുത്തോളൂ. നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത ആളുകൾ ഉൾപ്പെടെ എല്ലാവരും ആ ഒരു അനിശ്ചിതത്വം മാറ്റിവെച്ചോളൂ. ദേവസ്വം ബോർഡിന്റെ വിജ്ഞാപനം നമുക്ക് മാർച്ച് മാസത്തോടെ വരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ തയ്യാറെടുപ്പുകൾ ഊർജ്ജമാക്കാം. വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം വളരെ വേഗത്തിൽ തന്നെ മറ്റു നടപടിയിലേക്ക് എപ്പോഴും ദേവസ്വം ബോർഡ് കടക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഏപ്രിൽ അവസാനത്തോടു കൂടി അല്ലെങ്കിൽ നമുക്ക് മെയ് മാസത്തോടു കൂടി ഈ ഒരു പരീക്ഷ നടത്താനുള്ള സാധ്യതയാണുള്ളത്. അത്രേ സമയമുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മെയ് മാസത്തിനുള്ളിൽ തന്നെ പരീക്ഷയും നടക്കും. ഓക്കെ, അതുകൊണ്ട് തയ്യാറെടുപ്പുകൾ ഏറ്റവും മികച്ച രീതിയിലേക്കാക്കുക. വിജ്ഞാപനം വരുന്ന മുറയ്ക്ക് നമ്മൾ ഏറ്റവും പുതിയ ഒരു ബാച്ച് കൂടെ ആരംഭിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് ഏറ്റവും മികച്ച ക്ലാസ്സുകൾ തന്നെ ഈ ഒരു ബാച്ചിലൂടെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ മറ്റു ക്ലാസ്സുകളൊക്കെ നമ്മൾ കൃത്യമായി കൊണ്ടുപോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇനിയും ഉണർന്ന് പഠിച്ചു തുടങ്ങുക. ഇനി അത്രയും ഒരു 3-4 മാസങ്ങൾ മാത്രമേ നമുക്ക് 3 മാസം കൂട്ടിയാൽ മാർച്ച് ഏപ്രിൽ മെയ് 3 മാസമേ നമ്മുടെ മുന്നിലുള്ളൂ എന്ന് വിചാരിക്കുക. ആ 3 മാസം കൊണ്ട് ലിസ്റ്റിൽ കയറണം. ജോലി പിന്നീട് 2 മാസം കൊണ്ട് നിങ്ങൾക്ക് ലിസ്റ്റൊക്കെ വന്ന് ജോലിയിലും കയറാൻ പറ്റും. അതായത് 5 അല്ലെങ്കിൽ 6 മാസം കൊണ്ട് നിങ്ങൾക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു അവസരമാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇപ്പോൾ വരുന്നത് അല്ലെങ്കിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ തയ്യാറെടുപ്പ് തുടങ്ങുക. ഇനി ഒട്ടും ആശങ്ക വേണ്ട. ഓക്കെ, പഠിച്ചു തുടങ്ങാം.